Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ ഒരു പിക്ചറിനെ എങ്ങനെ ഒരു സീംലെസ് ടെക്സ്റ്റ് ആക്കി മാറ്റാമെന്നാണ് പറയാൻ പോകുന്നത്. ഇന്റീരിയർ ആർക്കിടെക്ചർ പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്കതിലെ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി പല സോഴ്സുകളിൽ നിന്നും ഇമേജസിനെ ഡൗൺലോഡ് ചെയ്ത് ഒരു ടെക്സ്റ്റ് ആക്കി യൂസ് ചെയ്യാറുണ്ട്. ഇതുപോലെയുള്ള ടെക്സ്റ്റേഴ്സ് സീംലെസ് ടെക്സ്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്കതിന് ടൈലിംഗ് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. സീംലെസ് ടെക്സ്റ്റ് അല്ലാത്ത ടെക്സ്റ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ടൈലിംഗ് ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ഇതുപോലെയുള്ള ടെക്സ്റ്റേഴ്സിനെ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഒരു സീംലെസ് ടെക്സ്റ്റ് ആക്കി മാറ്റുവാൻ സാധിക്കുന്നതാണ്. ഒരു പിക്ചറിനെ ഒരു സീംലെസ് ടെക്സ്റ്റ് ആക്കി മാറ്റുന്നതും ഒരു ടെക്സ്റ്റ് സീംലെസ് ആണോ എന്നെങ്ങനെ മനസ്സിലാക്കാം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു ടെക്സ്റ്റാണ് 3ds Maxൽ ഈ ഒരു ബോക്സിലേക്ക് അസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ടെക്സ്റ്റിന്റെ ടൈലിംഗ് ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു ടെക്സ്റ്റ് സീംലെസ് അല്ലാത്തതുകൊണ്ടാണ് നമുക്കിവിടെ ഇതുപോലെ ലഭിക്കാൻ കാരണം. ഞാൻ ഈ ഒരു ടെക്സ്റ്റ് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് സീംലെസ് ആണോ എന്നറിയുന്നതിനായി ഫിൽറ്റർ എന്ന മെനുവിൽ അതർ എന്ന ഈ ഒരു സെക്ഷനിൽ ഓഫ്സെറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഓഫ്സെറ്റ് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ വാല്യൂസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടെക്സ്റ്റിന്റെ ടൈലിംഗ് ഇതുപോലെ കാണുന്നതാണ്. ഒരു സീംലെസ് ടെക്സ്റ്റ് അല്ലാത്തതിനാലാണ് ഇതുപോലെ വരാൻ കാരണം. നമ്മളിവിടെ ഈ ഒരു ഹൊറിസോണ്ടലാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വെർട്ടിക്കലിലും ചേഞ്ച് ചെയ്തുകൊണ്ട് ഈ ഒരു ടെക്സ്ചറിനെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഒരു ടെക്സ്ചറിന്റെ ടൈലിംഗ് ഈ ഒരു പ്ലസ് പോലെ ഇവിടെ കാണാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു ടെക്സ്ചറിനെ സീംലെസ് ടെക്സ്ചർ ആക്കി മാറ്റുന്നതിനായി ഈ ഒരു ഓഫ്സെറ്റിൽ ഓക്കെ പ്രസ് ചെയ്യാം. അതിനുശേഷം വെർട്ടിക്കലായി കീ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാം. ഈ ഒരു ഏരിയ ഇതുപോലെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഫോട്ടോഷോപ്പ് ബീറ്റയിലെ ന്യൂ ഫീച്ചറായ ജനറേറ്റ് ഫില്ലാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഒരു ജനറേറ്റ് ഫില്ലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജനറേറ്റ് ചെയ്യാം. ഈ ഒരു ജനറേറ്റ് ഫില്ലിങ്ങിന്റെ യൂസേജ്, ഇൻസ്റ്റാളേഷൻ തുടങ്ങിയവരുടെ ഡീറ്റെയിൽ വീഡിയോ നമ്മളുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ജനറേറ്റ് ഫില്ലിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ആ ഒരു വീഡിയോ ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ടെക്സ്ചറിൽ വെർട്ടിക്കൽ പോർഷൻ ജനറേറ്റ് ഫില്ല് യൂസ് ചെയ്ത് ആ ഒരു ഏരിയ നമ്മൾ ഇതുപോലെ ജനറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു സെയിം മെത്തേഡ് ഹൊറിസോണ്ടലായും യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതുപോലെ ഈ ഒരു സെലക്ഷൻ ഇവിടെ ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു ജനറേറ്റ് ഫില്ലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഏരിയയും ജനറേറ്റ് ചെയ്യാം. ജനറേറ്റ് ഫില്ല് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ടെക്സ്ചറിനെ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു ടെക്സ്ചർ സീംലെസ് രീതിയിൽ നമുക്ക് ലഭിച്ചോ എന്നറിയുന്നതിനായി ഷിഫ്റ്റ് കൺട്രോൾ N പ്രസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ലെയറിനെ ഒരു മെർജ്ഡ് ലെയറാക്കി ക്രിയേറ്റ് ചെയ്യാം. അതിനായി നമുക്ക് ഷിഫ്റ്റ് കൺട്രോൾ Alt E പ്രസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ഷിഫ്റ്റ് കൺട്രോൾ Alt E പ്രസ് ചെയ്തപ്പോൾ ഇവിടെ ഒരു മെർജ്ഡ് ലെയർ ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇനി വീണ്ടും നമുക്ക് ഓഫ്സെറ്റ് യൂസ് ചെയ്യാം. ഫിൽറ്റർ എന്ന ഈ ഒരു മെനുവിൽ അതർ എന്ന ഈ ഒരു കാറ്റഗറിയിൽ വീണ്ടും ഓഫ്സെറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. വാല്യൂസ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്ചർ ഇതുപോലെ സീംലെസ് ആയി ലഭിച്ചിരിക്കുകയാണെന്ന് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇനി ഈ ഒരു ടെക്സ്ചറിനെ സേവ് ചെയ്തുകൊണ്ട് 3ds Maxന്റെ മെറ്റീരിയലിലേക്ക് റീപ്ലേസ് ചെയ്യാം. ആദ്യം അസൈൻ ചെയ്ത ഈ ഒരു ടെക്സ്ചറിന് പകരം ഇപ്പോൾ സേവ് ചെയ്ത ആ ഒരു ടെക്സ്ചറിനെ യൂസ് ചെയ്യുന്നതിനായി മെറ്റീരിയൽ എഡിറ്ററിൽ ബിറ്റ് മാപ്പ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ബിറ്റ് മാപ്പ് പാരാമീറ്റേഴ്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സേവ് ചെയ്ത ഈ ഒരു ടെക്സ്ചറിനെ സെലക്ട് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഈ ഒരു ടെക്സ്ചർ ഇതുപോലെ സീംലെസ് ആയി ലഭിച്ചതായി ഇവിടെ കാണാവുന്നതാണ്. ഇതുപോലെ ഇന്റീരിയർ എക്സ്റ്റീരിയർ പ്രൊജക്റ്റുകളിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഏതൊരു പിക്ചേഴ്സിനെയും ഒരു സീംലെസ് ടെക്സ്റ്റ് ആക്കിക്കൊണ്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.